ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ദർശിപ്പാനും ദൈവം നമ്മളെ ഇടയാക്കി. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആയിരുന്ന സ്ഥാനങ്ങളിൽ വിവിധങ്ങളാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾ പാടിയതുപോലെ അവിടുന്ന് കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിനടിയിൽ മറച്ചതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെവിടങ്ങളായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് അവിടുന്ന് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ചതിനായി നമുക്ക് ദൈവത്തെ ഒരു പ്രാവശ്യം മഹത്വപ്പെടുത്താം. നമ്മളെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭയത്തൊരു കാര്യമുണ്ട്. നമ്മൾ എഫേസ്യർ വായിക്കുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ആശ ഉണ്ട്. നമുക്കറിയാം, നമുക്ക് 1, 2, 3 കുഞ്ഞുങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളവരെ സ്കൂളിലേക്ക് വിടുന്നു ചെറുപ്രായത്തിൽ. നമ്മുടെ ഉള്ളിൽ അവരെക്കുറിച്ച് നമുക്കൊരു ആശയുണ്ട്. ആ ആശയ്ക്ക് ഒത്തവണ്ണമാണ് നമ്മളവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരാശയുണ്ട്. ആ ആശയ്ക്ക് ഒത്തവണ്ണം ആ ആശ അവനെപ്പോലെ നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ ചിന്തിക്കുമ്പം നമ്മൾ വളരെ അസ്ഥിരരാണ്, സ്ഥിരമാനസ്ഥരല്ല. ദൈവവചനത്തിൽ പല മേഖലകളിൽ നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്താൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് സ്ഥിരമായിട്ട് ദൈവവചനത്തിൽ സ്ഥായിയായിട്ട് നിലനിൽപ്പാൻ കഴിയാതെ പോകുന്ന അവസ്ഥകളുണ്ട്. അവിടെയെല്ലാം ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മളൊരു അവസാനൊരു പാട്ട് പാടി, നിൻ്റെ മാധുര്യമായ വചനം നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്നെ വായിക്കുന്നത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണെന്നും അത് അല്പബുദ്ധിയെ ജ്ഞാനികളാക്കി തീർക്കുന്നതാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ വളരണം. നമുക്ക് ആവശ്യമായ കാര്യം. ഞാൻ ഇന്ന് തൽക്കാലം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേദവാക്യം യാക്കോബിൻ്റെ ലേഖനം 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം എവിടം വരെ കൊണ്ടു അവിടം വരെ നമുക്കത് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദൈവജനങ്ങളും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഒരാൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെങ്കിൽ സഹോദരന്മാരെ, നമ്മളുടെ ഉള്ളിലും നമുക്കൊരു പ്രാർത്ഥനയും ദൈവത്തോടുള്ളൊരു നിലവിളിയും നമുക്ക് ആവശ്യം. അപ്പോസ്തലനായ പൗലോസ് പോലും ദൈവത്തിൻ്റെ വചനമായി കയറുന്ന സമയത്ത് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വായെ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. അവിടെ ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ഇവിടെ യാക്കോബ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ ശിഷ്യൻ, തൻ്റെ സഹോദരനാണ്, അർത്ഥ സഹോദരനാണ്. എന്ന് വെച്ചാൽ മറിയയ്ക്ക് ഉണ്ടായ മകനാണ്. പക്ഷേ താൻ കർത്താവിൽ വിശ്വസിക്കുന്നത് ജീവിച്ചിരുന്ന സമയത്ത് താൻ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് കർത്താവിൽ താൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ താൻ യെരുശലേം സഭയിൽ തന്നെക്കുറിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യെരുശലേം സഭയുടെ ഒരു തൂണായിട്ട് തന്നെ യാക്കോബ് നിന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യാക്കോബിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ല, പല യാക്കോബുണ്ട്. എന്നാൽ ഈ യാക്കോബിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുമ്പം പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മൾ പല വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് യാക്കോബ് ആരായിരുന്നെന്നും യാക്കോബിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യാക്കോബ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ താഴോട്ടുള്ള വാക്യം താൻ എഴുതുകയാണ്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. സഹോദരന്മാരെ, നമുക്കറിയാം യെരുശലേം സഭ കൂടി വന്ന ആ കാലഘട്ടത്തെക്കുറിച്ച്. കാരണം അവിടെ ഒരു പീഡനം ഉണ്ടാകാനായിട്ട് ഇടയായിട്ടുണ്ട്. അന്ന് നമുക്കറിയാം ഈ സഭയിൽ യഹൂദന്മാരുടെ നിന്നും യാദികളുടെ ഇടയിൽ നിന്നും രക്ഷിക്കപ്പെട്ട പലരും ഉണ്ടായിരുന്നു. എല്ലാം ചെറിപ്പോണ്ടായ അവസ്ഥകളും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെ താൻ അവിടുന്ന് ഉറപ്പിക്കുകയാണ്. ഈ ലേഖനം നമ്മൾ വായിക്കുമ്പം യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത, അതായത് വിശ്വാസത്താലുള്ള പ്രവൃത്തിയെക്കുറിച്ച് വളരെ ശക്തമായി ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന ഒരു അപ്പോസ്തലനാണ് യാക്കോബ്.
അപ്പോൾ തന്നെ മറ്റുള്ള അപ്പോസ്തലന്മാർ അതിന് ഊന്നൽ കൊടുക്കുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. എല്ലാ അപ്പോസ്തലന്മാരും അതിന് ഊന്നൽ കൊടുത്തു തന്നെയാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് വിശ്വാസത്തെക്കുറിച്ച് വായിക്കുമെങ്കിൽ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്തലത്തിൽ ജീവിക്കുന്നത്, കാണുന്നതൊക്കെയും താൽക്കാലികം, കാണാത്തതൊക്കെയും നിത്യമായിരിക്കുന്നു. അപ്പം നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം, നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. നമ്മൾ ക്രിസ്തുവിൽ ഉറപ്പും ധൈര്യമുള്ളവരായി തീരണം. അതിനെ നമ്മളെ വിവിധങ്ങളാവുന്ന പരീക്ഷകൾ, നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നിലയിലാണ് പരീക്ഷകൾ. ഇപ്പം ഞാൻ പറയുക, ഞാൻ കടന്നു പോകുന്ന പരീക്ഷ എന്നെ സംബന്ധിച്ച് വലുതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും അവർ കടന്നു പോകുന്ന പരീക്ഷകളും പരിശോധനകളും അവരെ സംബന്ധിച്ചും വലുത് തന്നെയാണ്. അതുകൊണ്ട് ആരുടെയും പരീക്ഷകളെയും ശോധനകളെയും ലഘൂകരിച്ച് കാണുകയോ ചെയ്യാനായിട്ട് പാടില്ല. അവിടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം അവരെല്ലാം ഉത്സാഹിപ്പിക്കുവാനും താങ്ങുവാനുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ലേഖനം എഴുതുന്നതാണ്ട് AD 40, 45, 50 ഇടയ്ക്കാണ് അപ്പോസ്തലനായ യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, താൻ ജീവിച്ചിരുന്നപ്പോഴല്ല കർത്താവിനെ വിശ്വസിച്ചത്. തൻ്റെ കർത്താവിൻ്റെ മരണശേഷം ശേഷം നമ്മൾ വായിക്കുന്നു, അതായത് 500-ലധികം സഹോദരന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, യാക്കോബിനും പ്രത്യക്ഷനായി, അതുപോലെ തന്നെ അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഇങ്ങനെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പലയിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന പരീക്ഷകളിലൂടെ സഹോദരന്മാരെ നമ്മളെ കടത്തിവിടുന്നത്, നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ നമ്മൾ വളരണം. നമ്മൾ കടന്നു പോകുന്ന പരീക്ഷകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തിയും ജീവനും നമ്മൾ പ്രാപിച്ച് നമ്മൾ ഉറപ്പുള്ളവരായി തീർന്നാലേ അങ്ങനെ ഉള്ളവരെ നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ആടി ഉലയുന്നവരാണെങ്കിൽ, ചില പരീക്ഷകളുടെ മുമ്പാകെ നമ്മൾ തളർന്നു പോകുന്നവരാണെങ്കിൽ നമുക്ക് ആരെയും ഉറപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഓരോ പരീക്ഷകളും നമ്മളെ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞാൽ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അശേഷം സ്ഥിരതയുളവാക്കുന്നറിഞ്ഞ് സന്തോഷമെന്ന് എണ്ണുവിൻ. സ്ഥിരതയുളവാക്കുക. ഓരോ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ കൂടുതൽ സ്ഥിരതയുള്ളവരും, ദൈവത്തെക്കുറിച്ച് കൂടുതൽ സ്ഥിരതയുള്ളവരും, ദൈവം വിളിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരുമായ തീരേണ്ടത്. അല്ലാതെ ആ പരീക്ഷകൾ നമ്മളെ കലക്കി ദൈവത്തിന് അന്യപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ആ പരീക്ഷകൾ ഈ പരീക്ഷകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പണ്ട് കാലത്ത് ഇന്നാണല്ലോ നമ്മൾ വീടൊന്നും പെട്ടെന്ന് പണിയാൻ പറ്റാത്തത്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, ഞാനൊരു 3 വീട് എൻ്റെ ഈ പ്രായത്തിലൂടെ പണിതിട്ടുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 തൂണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആനവായം പോലെ ഷെഡ് പോലെ പണിയുന്നത്. എന്നിട്ട് ഞങ്ങളെന്ത് ചെയ്യും, ഈ വീടിന് ഈ തൂണിടുന്ന സമയത്ത് ഇങ്ങനെ കുഴിയിലിങ്ങനെ ഇളക്കി നോക്കും ഇത് ഉറച്ചോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഇളക്കി നോക്കി ഇത് ഉറപ്പിക്കുന്നത്. അപ്പം നമ്മളെ ഇങ്ങനെ ഈ പരീക്ഷകൾ നമ്മളെന്ത് ചെയ്യുന്നത്, ഇളക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചവരാണെങ്കിൽ നമ്മളവിടെ സ്ഥിരതയുള്ളവരായി നിൽക്കാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ദൈവത്തിൽ നമ്മളെ ഉറപ്പുള്ളവരാക്കി തീർക്കാമെങ്കിൽ പിന്നെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുക. അത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ റോമാലേഖനം നമ്മൾ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, കഷ്ടം സഹിഷ്ണുതയും, സഹിഷ്ണുത 5-3 തൊട്ടുള്ള വാക്യങ്ങൾ, 5-3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. കഷ്ടം സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയുള്ള വാക്കെന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവർക്ക് പ്രത്യാശയ്ക്ക് പങ്കം വരുന്നില്ല. അപ്പം നമ്മൾ പ്രത്യാശയ്ക്ക് പങ്കം വരുന്നത്, നമ്മുടെ പ്രത്യാശ എന്തുവാ? ഇപ്പം നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കും, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായമായി ചോദിക്കുന്ന ഏവനോടും എപ്പോഴും പ്രതിവാദം പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുക, സഹോദരന്മാരെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ പ്രത്യാശ എന്തുവാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അവിടെ പറഞ്ഞത് കഷ്ടം സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു. നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മുടെ ഈ ലോകത്തെ കാര്യമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൽ വായിക്കുന്ന വിശ്വാസം എന്ന് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആണെന്നാണ് ദൈവത്തിൻ്റെ വേണ്ടി വായിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മൾ ഓരോ കഷ്ടങ്ങളിലൂടെയും ഓരോ വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അപ്പോസ്തലന്മാർ അവരുടെ പ്രത്യാശ എന്താ? നമ്മൾ ഈ അപ്പോസ്തല യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ ഒരു കാര്യം വായിക്കുന്നുണ്ട്. അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതുകൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നവരെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ
ശോധന ചെയ്ത് നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. ആരെ കാത്തിരിക്കുന്നത്? നമ്മൾ ഒരു ദിവസം നമ്മുടെ ആത്മമണവാളനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നൊരു പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ആ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്ന വഴികളിൽ എന്തുണ്ട്? വേദനകളുണ്ട്, അപമാനമുണ്ട്, കഷ്ടമുണ്ട്, നിന്ദയുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപക്ഷെ പട്ടിണിയും ഉണ്ടാകാം ഇതിൻ്റെ മധ്യത്തിൽ. ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യമാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് 14 അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിൻ്റെ 22 വാക്യം നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ പറഞ്ഞ്, ആ ശിഷ്യന്മാരോട് പറഞ്ഞ്, അനേക കഷ്ടങ്ങളിലൂടെ വേണം നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് ഉറപ്പിച്ചു. നമ്മൾ ഈ കാര്യം ഇവിടെ വായിച്ചു. ആ യെരുശലേമിൽ ക്രിസ്ത്യാനികളായിരുന്ന സമയത്ത് അവർക്കൊത്തിരി മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി പീഡനങ്ങൾ അവരനുഭവിച്ചിരുന്നു, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ. ആ കാലഘട്ടത്തിൽ അന്ന് അവർ കടന്നു പോകുമ്പോൾ അവരെ പറഞ്ഞുറപ്പിക്കുക. ആ രംഗം ഒന്ന് ആലോചിക്കുക സിസ്റ്റർമാരെ. ഒരുപക്ഷെ അവർക്ക് വീടുണ്ടാകുകയില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുണ്ടാകാം, അവരെ സമൂഹം അവഗണിച്ചിട്ടുണ്ടായിരിക്കാം, അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ആ സാഹചര്യത്തിലാണ് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞാൽ ഇങ്ങനെ വേണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. അപ്പോൾ ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താ നമ്മൾ പെട്ടെന്ന് വരുന്നത്? ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഭയത്തിൽ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. അപ്പോൾ ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ആ ദൈവത്തിലുള്ള നീതിയിലും ആ സമാധാനത്തിലും ആ പരിശുദ്ധാത്മാവിലും, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു രുചി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയിലൂടെ മധ്യത്തിൽ നമ്മൾ അനുഭവിക്കണം. സഹോദരന്മാരെ, നമ്മൾ അനുഭവിക്കണം. ദൈവരാജ്യം നമ്മൾ അനുഭവിക്കണം. നമ്മുടെ എല്ലാ കഷ്ടതയും മധ്യത്തിലും നമ്മൾ അവിടെ നിന്നും പരാതിപ്പെടാതെ, പിറുപിറുക്കാതെ, അസ്വസ്ഥപ്പെടാതെ, അതിനും പരാതിപ്പെടാനും പിറുപിറുക്കാനും അസ്വസ്ഥപ്പെടാനുള്ള പരീക്ഷകൾ നമുക്ക് ആ സമയത്ത് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ അതിനോട് ആത്മാവിൽ എതിർത്ത് നിൽക്കുന്ന വഴി മാത്രമേ ഈ ദൈവീകമായ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാം. ഇപ്പോൾ വിവിധങ്ങളാകുന്ന കഷ്ടങ്ങളിലൂടെ കടന്നു പോകും. നമുക്കറിയാം, കഴിഞ്ഞ ദിനങ്ങളിൽ ഇവിടുത്തെ അമ്മച്ചി ഒരു പ്രത്യേക കഷ്ടങ്ങളിലൂടെ തന്നെ താൻ കടന്നുപോയി. താൻ കടന്നുപോയ കഷ്ടം തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടം തന്നെയാണ്, ചെറിയ കഷ്ടമൊന്നുമല്ല. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാമല്ലോ. ഞാൻ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അനേക വിശ്വാസ ഭവനങ്ങളിൽ ഞാൻ പോകാറുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ എല്ലാവരും ആ വന്ന കഷ്ടത്തെക്കുറിച്ചുള്ള പരാതിയും പരിഭവവും ആ സാഹചര്യത്തെക്കുറിച്ചും എല്ലാമാണ് പറയാറുള്ളത്. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാര്യം, താൻ ഫോണെടുത്ത് തൻ്റെ മക്കളെ വിളിച്ചിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യം ഞാൻ കണ്ടത്. സഹോദരന്മാരെ, അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ ഉള്ളിലുള്ളൊരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ അങ്ങനെ ഒരാളെ പ്രശംസിക്കുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റല്ല. കാരണം ആ മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളത് പറയേണ്ടത്, ആ കാര്യങ്ങൾ പറയേണ്ടത്. അല്ല നമ്മൾ ഒതുക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. അതിലൂടെ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയാമല്ലോ. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ കൊടുക്കുന്ന ആ പ്രത്യാശ, അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഈ ഭവനത്തിൽ വന്നു, അതിനെക്കുറിച്ച് യാതൊന്നുമില്ല തൻ്റെ ഹൃദയത്തിൽ. ദൈവവുമായിട്ടുള്ള പ്രത്യാശ, ഇത് നമ്മളെ ഓരോരുത്തരെയും, ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ് സഹോദരന്മാരെ. അതെല്ലാം നമ്മൾ അനേകരുടെ ദൃഷ്ടാന്തം നമ്മൾ അനുകരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അത് നമ്മൾ പിന്തുടരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വേദത്തിൽ അവിടെ നമുക്ക് കണ്ട്, അതുപോലെ നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 1 തെസ്സലോനിക്ക ലേഖനം 3-4 വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനം. വചനം എടുത്തവർക്ക് വായിക്കാട്ടോ. 1 തെസ്സലോനിക്ക ലേഖനം 3 എത്ര വായിച്ച? 3 തൊട്ട്. ആ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കാനായിട്ടാണ് നമ്മളെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കഷ്ടതയെക്കുറിച്ച് കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ന് കഷ്ടതയ്ക്ക് നേരെ എതിരായാണ് നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. കാരണം ക്രിസ്തു ജീവിതം പട്ടുമെത്തയാണെന്നാണ് പറയുന്നത്. എന്നാൽ സഹോദരന്മാരെ, ക്രിസ്തു ജീവിതത്തിൽ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ വായിക്കണം, അതായത് അവനിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടെ കഷ്ടം സഹിപ്പാനും നമുക്ക് വരം നൽകിയിരിക്കുന്നു. പക്ഷേ ഈ വരം ആരും ഇന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കാറില്ല, അല്ലേ? എല്ലാവർക്കും ഇന്ന് എന്ത് വേണം? രോഗശാന്തിയുടെ വരം വേണം. രോഗശാന്തിയുടെ വരം ഉണ്ടെങ്കിൽ എനിക്ക് മിന്നി വിളങ്ങാം,
ശോഭിക്കാം. സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഒരാളുടെ തലയിൽ കൈവച്ചാൽ ഉടനെ ആൾ സൗഖ്യമാകുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഷ്ടം അനുഭവിപ്പാൻ നമുക്കവൻ വരം തന്നിരിക്കുക. സഹോദരന്മാരെ, ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ വേറൊരു വ്യക്തിയുടെ കഷ്ടത എൻ്റെ കഷ്ടത പോലെ എനിക്ക് ഒപ്പിയെടുക്കാൻ കഴിയുള്ളൂ. അവൻ പറയുന്നത് എനിക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അവൻ്റെ മനസ്സിൻ്റെ ആ വേദനകൾ ഇതെല്ലാമാണ് ദൈവവചനത്തിലൂടെ നമ്മളെ ഈ വഴിയിലൂടെ കടത്തിവിടുമ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പം യാതൊരു കഷ്ടതയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കഷ്ടതയിലെല്ലാം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചിട്ട് ഈ ആശ്വാസം എന്ത് ചെയ്യും? വേറൊരു വ്യക്തിക്ക്, കഷ്ടതയിരിക്കുന്ന വ്യക്തിക്ക് പകർന്നു കൊടുക്കുക. ഇതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അല്ല, കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ അതിനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൃപ നിനക്കു മതി. സഹോദരന്മാരെ, നമ്മളൊക്കെ എത്രത്തോളം ബലഹീനരായിത്തീരുന്നോ അതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മളിൽ ശക്തരായി തീരുമ്പോൾ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കൃപയോ ദൈവത്തിൻ്റെ ബലമോ ദൈവത്തിൻ്റെ മഹത്വമോ ദൈവത്തിൻ്റെ ഗ്ലോറിയോ ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. നമ്മൾ ദൈവവചനം ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണ്. ആരെല്ലാം ശക്തരായി തീർന്നോ അവരെല്ലാം ബലഹീനരായി തീർന്നത് വഴിയാണ്. കാരണം ദൈവത്തിന് വേണ്ടി എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. താൻ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അവിടെ എല്ലാം ദൈവത്തിൻ്റെ വേണ്ടി താൻ ഇങ്ങനെ വായിക്കുന്ന, അതായത് നമ്മൾ റോമാലയമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 8 കഷ്ടത്തിനോ പട്ടിണിക്കോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഒന്നും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് തന്നെ വേർതിരിപ്പാനായിട്ട് കഴിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ. നമ്മൾ ഇന്നിവിടെ പാടി, ഒത്തിരി പാട്ടുകൾ പാടി അല്ലെ പ്രാർത്ഥിച്ചു, നിത്യസ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരു മാറ്റവും ദൈവത്തിനില്ല. സഹോദരന്മാരെ, നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ അപമാനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നാം ഭാരിച്ച രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ എപ്പോഴും സംശയിക്കാത്തവരായി അതിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ആ വഴിയിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, നമ്മളിവിടെ പ്രാർത്ഥിച്ചുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും, നമ്മളെ കേട്ടു, യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം സ്നേഹിച്ച് അതേ അളവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവജനത്തെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നാം ആ സ്നേഹത്തിൽ നമ്മൾ സുരക്ഷിതരായിത്തീരണം. നമ്മൾ ആ സ്നേഹത്തിൽ ഇളകാത്തവരായിരിക്കണം. ആ സ്നേഹത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിത്തീരണം. നമ്മൾ അതുപോലെ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പം നമ്മളിങ്ങനെ കാണുന്ന 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, 1 പത്രോസ് 4:12. അതെ, കണ്ടോ സഹോദരന്മാർ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയമുള്ളവരെ. ഇവിടെ യാക്കോബ് ആദ്യം പറഞ്ഞ പ്രിയ സഹോദരന്മാരെ, പത്രോസ് പറയാ പ്രിയ ഉള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു ഭവിച്ചുവെന്ന് അതിശയിച്ചു പോകരുത്. അങ്ങനെ അപൂർവ കാര്യമായി അതിശയിച്ചു പോകരുത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. സഹോദരന്മാരെ, കർത്താവ് തൻ്റെ തേജസ്സിൽ വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ. നമ്മുടെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ജീവൻ ക്രിസ്തുവിലായിരിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവൻ ക്രിസ്തുവിലിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ്സാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത്. അപ്പം അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടാനിടയാൻ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് ഉല്ലസിപ്പാൻ ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്,
അതായത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ലഘുവായ കഷ്ടം. അതായത് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ താൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുമാറുന്ന നിമിഷം വരെയുള്ള തൻ്റെ കഷ്ടങ്ങളെല്ലാം ഒരു ലഘുവായിട്ട് തനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. സഹോദരന്മാരെ, വളരെ ലഘുവായിട്ട് താൻ കടന്നുപോയ കഷ്ടങ്ങൾ നമ്മൾ നോക്കി. അനേക കയ്യേറ്റങ്ങൾ, കടലാപത്ത്, കപ്പലിലാപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, തൻ്റെ ജീവിതത്തിൽ എന്ന് വേണ്ട അനേക സാഹചര്യങ്ങളിലൂടെ താൻ കടന്നുപോയി. ആ പൗലോസ് പറഞ്ഞ ഒരു കാര്യമാണ്, അതെല്ലാം ഞൊടി നേരത്തെ തേജസ് ഓർക്കുമ്പോൾ ഇതെല്ലാം ലഘുവാണ്. കാരണം താൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം തനിക്ക് ലഘുവായിട്ട് കാണാൻ കഴിഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാൽ ഇന്നത്തെ നമ്മുടെ കഷ്ടം ഇത് ലഘുവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ കാണാൻ കഴിയാതെ നമുക്കായിരിക്കുന്നെങ്കിൽ സഹോദരിമാരെ, നമ്മൾ ഈ ജീവിതത്തിൻ്റെ തിരക്കിൽ മുഴുകി വരും, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അന്യപ്പെട്ടു വരും, ദൈവവചനത്തിന് ഹൃദയത്തിൽ ഇടമില്ലാത്തവരുമാണ് എന്ന് നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ദൈവവചനത്തിന് ഹൃദയത്തിൽ ഇടമുള്ളവരാണെങ്കിൽ ഏത് കഷ്ടതയാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം. അല്ല, അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്, ആ നിമിഷം വരെ എന്നെ കാക്കാൻ ശക്തനാണെന്ന് താൻ തടവിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്. താൻ തടവിലാണ് ആ ലേഖനം എഴുതുമ്പോൾ. തീമോഥെയോസിൻ്റെ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തടവിലാണ് കഴിയുന്നത്. തടവിൽ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ് ആ നിമിഷം വരെ, അല്ലെങ്കിൽ എൻ്റെ മരണ നിമിഷം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ, തൻ്റെ ന്യായവിധി ദിവസം വരെ നമ്മളെ ഓരോരുത്തരെയും കാക്കാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൻ്റെ ശക്തി വേണം നമ്മൾ ആശ്രയിക്കുവാനായിട്ട്. നമ്മുടെ സ്വന്തം ശക്തിയിലും നമ്മൾ ഈ ഓരോ പരീക്ഷകളൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ സ്വന്തം ശക്തിയിൽ എത്ര ശക്തരാണെന്നാണ് കാണിച്ചു തരുന്നത്. ആ ശക്തി നമ്മളിൽ നിന്ന് ചോർന്ന് പോകുന്നിടത്ത് മാത്രമേ സൗരസ്മാരെ ദൈവത്തിൻ്റെ ജീവൻ്റെ ആ സമൃദ്ധമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ദൈവത്തിന് ഇങ്ങനെ വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിനെ കാണുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ കാണുന്നൊരു കാര്യം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, 4 തൊട്ടുള്ള വാക്യത്തിൽ നിങ്ങൾ പറഞ്ഞ്, എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായിത്തീരണം. ദൈവസന്നിധിയിൽ നമ്മളൊന്നിനും കുറവില്ലാത്തവരായി തീരേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മളുണ്ടായിരിക്കട്ടെ. ഈ കഷ്ടതകളെല്ലാം നമ്മളെ എന്ത് ചെയ്യുന്ന ആത്മീയ സ്ഥിരതയുള്ളവരാക്കി തീർക്കുകയെന്ന്, നമ്മളെ ആത്മീയ സ്ഥിരതയുള്ളവരാക്കി തീർക്കുക. ഇന്ന് കഷ്ടതകൾ അനേകരെ ആത്മീയ സ്ഥിരതയില്ലാത്തവരാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളിലല്ല വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ സ്ഥിരതയില്ലാത്തവരായി തീരുന്നത്. എന്നാൽ ആത്മീയമായിട്ട് നമ്മൾ കഷ്ടതകൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥിരതയുള്ളവരായി, നമ്മൾ ഉറപ്പുള്ളവരായി ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്. അതായത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും. സഹോദരന്മാരെ, ഈ കഷ്ടതയിലൂടെ മധ്യത്തിൽ നമ്മൾ വചനത്തിൽ അടിസ്ഥാനമുള്ളവരായി, വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നവരായിത്തീരണം. വചനത്തിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമുക്കറിയാം വചനമാരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളതിന് അതിൻ്റെ അർത്ഥം. ആ നിലയിൽ നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവെങ്കിൽ ഫലിക്കാതെ എല്ലാവർക്കും അവതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിച്ചു കൊള്ളട്ടെ. ഇവിടെ ഒരു കാര്യം, ഈ കഷ്ടതയുടെ മധ്യത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താ ആവശ്യമുണ്ട്? ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. സഹോദരന്മാരെ, ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തോട് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചോദിച്ച കാര്യം എന്താണ്? തനിക്ക് ജ്ഞാനം തരണം. അതിന് കാരണം എന്താ വെച്ചാൽ, അനേക ആൾക്കാരെ താൻ പോറ്റണം, അനേകരെ താൻ ശുശ്രൂഷിക്കണം. തൻ്റെ ഓരോ വിരുന്നിനും ഞാൻ കേട്ടു 10,000-1500 പേരൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം പല സ്വഭാവമുള്ളവരാണ്. ഇവരെല്ലാം കരുതണം. ഇതിനെന്ത് വേണം? മാനുഷിക ജ്ഞാനം കൊണ്ട് കഴിയത്തില്ല. ഇപ്പോൾ ഒരു ഭക്ഷണം തന്നെ ഒരു ദിവസം കൊടുക്കാമെന്ന് കൂട്ടിക്കോ, ഇളക്കിയിട്ടിട്ട് പോകുന്നവനുണ്ടാവും, ഫുള്ളായിട്ട് കഴിക്കുന്നവനുണ്ടാവും, ഇതിൻ്റെ
രുചിയെക്കുറിച്ച് പല തകരാറുകൾ പറയുന്നുണ്ടാവും. ഇവരെ എല്ലാവരും എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം, വേണ്ടേ? അങ്ങനെ ചേർത്ത് പിടിക്കണം. എന്ത് വേണം? ദൈവിക ജ്ഞാനം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ വായിക്കുന്നു, നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ അതിൻ്റെ 1:29-30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. അപ്പം ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ ഒരു വ്യക്തി വസിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവന് ദൈവിക ജ്ഞാനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ അജ്ഞാനികളാകാതെ ജ്ഞാനികളായി നടപ്പാൻ നോക്കുവിൻ. അപ്പം ഞാൻ ഈ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് ഒരു സഹോദരൻ, ഞാൻ ആയിരുന്ന സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം, ഓരോ കോഴിക്കോട് ടൗണിലല്ല ടൗൺ ഭാഗത്തൊക്കെ 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മതിൽ കെട്ടും. മതിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യും? മതിലിൻ്റെ മുകളിൽ കുപ്പിച്ചില്ല് പതിച്ച് വെക്കും. കണ്ടിട്ടില്ല നമ്മൾ? അപ്പം നമുക്ക് ആദ്യം അറിയത്തില്ല എന്താ കുപ്പിച്ചില്ല് പതിച്ച്, ആരും കള്ളന്മാരാരും കയറാതിരിക്കുക. എന്നാൽ ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം, ഒരുവൻ ഈ അജ്ഞാനിയാകാതെ ജ്ഞാനിയായിട്ട് നടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പൂച്ച ആ മതിലേ കൂടെ കയറി പോവുകയാണെങ്കിൽ ഈ കുപ്പിച്ചില്ല് കൊണ്ട് മുറിയാതെ വളരെ വളരെ ശ്രദ്ധയോടെ വേണം തൻ്റെ കാല് വെച്ച് പോകാൻ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ കാലെന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. നമ്മുടെ കാലെന്ന് പറഞ്ഞാൽ ഈ കാലല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ നടപ്പ്. നമ്മൾ എത്ര ജ്ഞാനമുള്ളവരായിരിക്കണം നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നാം ഇടപെടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ എല്ലാം വളരെ ജ്ഞാനത്തോടു കൂടി നമ്മളായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഇപ്പോൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ആരും പരസിക്കാതെ എന്ത് ചെയ്യണം? ഇത് അവതാര്യമായി കൊടുക്കുവാൻ ഒരുവനുണ്ട്. അവൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ക്രിസ്തു. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചെന്നിട്ട് പറയണം, ദൈവമേ, എനിക്ക് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ, ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ, ഈ വേദനയിലൂടെ കടന്നു പോകാൻ, ഈ ശോധനയിലൂടെ കടന്നു പോകാൻ എനിക്ക് ജ്ഞാനമില്ല. നിൻ്റെ ജ്ഞാനം എനിക്ക് തരണം, നിൻ്റെ കൃപ എനിക്ക് തരണം എന്ന് നമ്മൾ ആരാവശ്യപ്പെടുന്നോ അപ്പം നമുക്ക് ആ ജ്ഞാനം ദൈവം നമുക്ക് തരും. നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് പലതും നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുവിൻ, യാചിക്കുവിൻ ലഭിക്കും. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഏതെങ്കിലും ഒരു യാചകൻ നമ്മുടെ വാതുക്ക വരുന്നു, നമ്മൾ ഒരു പക്ഷേ അവനോട് പോകാൻ പറഞ്ഞാലും അവൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് പോകാതിരിക്കുന്ന കാരണം? അവൻ്റെ ദാരിദ്ര്യം അവനെ യാചിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ദാരിദ്ര്യം ഇതേപോലെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ നമ്മളെ പര്യാപ്തമാക്കി തീർക്കുന്നു. ആ നിലയിൽ നമ്മൾ എത്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് പലതും ചോദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് പലതും ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നമ്മൾ നീതി നിമിത്തമാണ് ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ, നമ്മുടെ സ്വന്തം ഇഷ്ടം സ്ഥാപിക്കാനായിട്ടല്ല, സ്വന്തം താല്പര്യം സ്ഥാപിക്കാനായിട്ടല്ല, അതിനെ നമ്മൾ പിടിച്ചടക്കാനായിട്ടല്ല, നീതി, കർത്താവിൻ്റെ നീതി നിമിത്തമാണ് നമ്മൾ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിപ്പാനും ഉല്ലസിപ്പാനും നമുക്ക് വകയുണ്ട്. അപ്പം നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. നമ്മളെല്ലായ്പ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ അതുപോലെ തന്നെ കൊലോസ് ലേഖനം, നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം എന്ന് വായിച്ച കൊലോസ് ലേഖനം 1:11. കൊലോസ് ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. മതി, അത്ര മതി. ഇവിടെ വായിക്കുന്ന സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ വിലപ്പെടണം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വേറൊരു വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ വിലപ്പെടണം, അല്ലേ? ഇവിടെ പറഞ്ഞ് പൂർണ്ണ മഹത്വത്തോടെ വിലപ്പെടണം. ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ്? അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ വിലപ്പെടുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം തനിക്ക് അനിവാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതായത് അവൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ വിലപ്പെടണം. അവൻ്റെ വല്ലഭത്തിന് എന്തിനാ ശക്തിയോട് വിലപ്പെടേണ്ടത്? അവൻ്റെ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സഹിഷ്ണുത വേണം, ദീർഘക്ഷമ വേണം. ഇതിനെന്ത് ചെയ്യണം? നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടാൽ, ബലപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, നമ്മളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മുടെ ദേഹി, നമ്മുടെ
ആത്മാവിലുള്ള ജീവൻ പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം തകർക്കപ്പെടാനും എത്രത്തോളം ഞുറുക്കപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് മാത്രമേ ആത്മാവിലുള്ള ജീവൻ ദേഹിയിലൂടെ വ്യാപരിച്ച് ദേഹിയും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ നമുക്കറിയാം പല കാര്യങ്ങളും, സ്നേഹിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, അവരോട് കരുണ കാണിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പ്രായോഗിക തലങ്ങളിൽ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നില്ലേ? അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജഡം എന്ത് ചെയ്യുന്നു? അവിടെ ചെറുതാകാനായിട്ട് കഴിയുന്നില്ല. ജഡം വീർത്തിരിക്കുക, അത് തകരുന്നില്ല. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്ന കോതമ്പോണി നിലത്ത് വീഴുന്നത് ചാകുന്നില്ലെങ്കിൽ അത് തനികയിരിക്കുന്നു, ചത്താലോ അത് അധികം വിളവ് കായ്ക്കും. നമ്മൾ മരിക്കാൻ എവിടെയൊക്കെ നമ്മൾ വിസ്മരിക്കുന്നോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ജീവനെ അറിഞ്ഞോ അറിയാതെയോ നാം തടഞ്ഞു വെക്കുക സഹോദരന്മാരെ ചെയ്യുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾക്കറിയാം വേണ്ട വിധത്തിൽ നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഇതിനെല്ലാം തടസ്സമാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദേഹി വളരെ ശക്തമാണെന്നുള്ള കാര്യം. നമ്മുടെ ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് റോമാലയത്തിൽ നമ്മൾ പറയുന്നത്, ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. യാതൊരു ദാക്ഷിണ്യവും അതിനകത്തില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും, ജഡത്തിൻ്റെ ചിന്ത മരണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്കത് കഴിയത്തുള്ളൂ. നമ്മൾ യാക്കോബിൽ വായിച്ച കാര്യം നമ്മൾ ജ്ഞാനം കുറവാണെങ്കിൽ അവിടെ നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നത് നമ്മൾ അതിൻ്റെ 4 തൊട്ട് വായിക്കുന്നത്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമനായിരിക്കുന്നു. സമനായ മനുഷ്യൻ അവൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. കണ്ടോ, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. കർത്താവ് തന്നെ ക്രിസ്ത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് പോയി വേരോടെ കടലിൽ ചാടാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഇവിടെ പറയുന്നത് സംശയിക്കുന്നത്. ഇപ്പോൾ ഏലിയാവ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വാല് ദൈവമാണ്, വാലിനെ സേവിക്കുക, യഹോവ ദൈവമാണ്, യഹോവയെ സേവിക്കുക. ഈ ഇരുതോണിയിലുള്ള കാലുവെപ്പ് നിർത്തുക. നമ്മൾക്ക് എന്ത് വേണം? ലോകവും വേണോ ദൈവവും വേണം സഹോദരന്മാരെ. നമ്മുടെ അവസ്ഥ അതാണ്. ലോകത്തിൻ്റെ മോഹങ്ങളും വേണം, ദൈവത്തിൻ്റെ ഇഷ്ടവും ചെയ്ത് എന്നാൽ എനിക്ക് ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യണം. നടക്കത്തില്ല, കിട്ടത്തില്ല. ഒരു കാരണവശാലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും നടക്കുകയില്ല. കാരണം ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്യം സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തെ മാമോനെയും കൂടെ ഒരുമിച്ച് സേവിപ്പാൻ ആർക്കും കഴിയില്ല. ഒന്നുമല്ലേ ഒരാളെ പകയ്ക്കണം, ഒന്നുമല്ലേ ദൈവത്തെ അങ്ങ് വിട്ടിട്ട് ഞാൻ ചെയ്യണം ലോകത്തിൻ്റെ പിന്നാലെ അങ്ങ് പൊക്കോണം. അവസാനം വരുമ്പം രണ്ടുമില്ലാത്ത അവസ്ഥ വരരുത്. എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖവും അനുഭവിക്കാൻ പറ്റിയില്ല, ദൈവീയമായ അനുഗ്രഹങ്ങളും ദൈവരാജ്യവും പ്രവേശിക്കാനും കഴിഞ്ഞില്ല. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു സമയത്ത് ദാനിയേലിൻ്റെ പ്രവചനം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, ഒരു കൂട്ടർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, ഒരു കൂട്ടർ നിത്യ ലജ്ജയ്ക്കായി, ഒരു കൂട്ടർ നിത്യ നിന്ദയ്ക്കായി. എന്നാലോചിച്ച് നോക്കിയേ, ഈ അവസ്ഥ നമ്മളിൽ വരരുത്. ഒരു കൂട്ടർ ഉയർത്തെഴുന്നേൽക്കുന്ന നിത്യജീവനായിട്ടും, ഒരു കൂട്ടർ നിത്യലജ്ജ, നിത്യമായിട്ട് അവൻ ലജ്ജിച്ച് മുഖം താഴ്ത്തി ജീവിക്കേണ്ടി വരും. നിത്യലജ്ജ, നിത്യദണ്ഡനം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വിളിച്ചത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ, അതിനുവേണ്ടി നമ്മളെ കടത്തിവിടുന്ന വഴികളിൽ നമ്മൾ വിശ്വസ്തരായിത്തീരേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വാക്യം വായിക്കുന്നു, നിരൂപിക്കരുത്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. നമ്മുടെ വഴികളിൽ നമ്മൾ സ്ഥിരമുള്ളവരായിരിക്കണം സഹോദരന്മാരെ. നമ്മൾ റാഡിക്കലായിട്ട് നിരമായിട്ട് മാനസാന്തരത്തിൽ തുടരുന്നവരായിരിക്കണം. നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടെന്നുള്ള സത്യമാണ്. പക്ഷേ മാനസാന്തരത്തിൻ്റെ 2ാം ഘട്ടത്തിലൂടെ പോകുന്ന വിശ്വാസികൾ വളരെ ചുരുക്കമാണ്. ഓരോ ദിവസവും നമുക്ക് മാനസാന്തരമുണ്ട്. അങ്ങനെയാണ് റോമാലയത്തിൽ വായിക്കുന്നത്, നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നത് അങ്ങനെയാണ്.
അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നതനുസരിച്ചായിരിക്കും നമ്മൾ കർത്താവായ യേശു ക്രിസ്തു കാര്യങ്ങളെ നോക്കിക്കാണുന്ന പോലെ ഒരു വ്യക്തിയെ സന്ധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണാൻ നമുക്ക് ഇടപെടണമെങ്കിൽ നമ്മുടെ മനസ്സിനൊരു പുതുക്കം വരണം. നമ്മുടെ മനസ്സിന് പുതുക്കമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് തോന്നിയ പോലൊക്കെ നമ്മളങ്ങ് പോകും. എന്നിട്ട് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു ആത്മീയമായ കാര്യമായിരിക്കും എന്ന് നമ്മളെ തന്നെ അങ്ങ് സമാധാനിപ്പിക്കും. ഒരിക്കലുമല്ല. നമ്മുടെ മനസ്സിന് പുതുക്കം വരണം. നമ്മൾ നിരന്തരം മാനസാന്തരത്തിൻ്റെ റൂട്ടിലൂടെ നമ്മൾ കടന്നു പോകണം. എന്നിട്ട് മാനസാന്തരത്തിൻ്റെ ഒരു ഘട്ടമല്ല, മാനസാന്തരത്തിന് 3 ഘട്ടമുണ്ട്. 3ാമത്തെ ഘട്ടമാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായിരിക്കുന്ന പുത്രത്വം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. റോമാലേഖനം നമ്മൾ 8ാം അധ്യായത്തിൻ്റെ 29ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായിരിക്കുന്ന പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങണം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന ഒരു അന്യഭാഷ സംസാരിച്ച് തുള്ളിച്ചാടണമെന്നൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അന്യഭാഷ സംസാരിക്കരുതെന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായിരിക്കുന്ന പുത്രത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഞരക്കമാണ്. നമുക്ക് എന്നിത് പ്രാപിക്കാൻ പറ്റും, നമുക്ക് എന്ന് നമ്മുടെ അരിമനാഥനോട് ചേരാൻ പറ്റും, നമ്മുടെ ആത്മനാഥൻ്റെ മുഖം നമുക്ക് എപ്പോൾ കാണാൻ പറ്റും, ആ വിവാഹ വേളയിൽ നമുക്ക് എപ്പോൾ പ്രവേശിക്കാൻ കഴിയും. ഇതാണ് നമ്മളെ ഉത്സാഹിപ്പിക്കേണ്ടത്. അത് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ ചോദന ചെയ്യണം. നമ്മളിതിൻ്റെ അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ, എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാൻ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവൻ ആകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും പ്രശംസിക്കണം. ധനവാൻ എന്ത് ചെയ്യണം? താഴ്ചയിലും പ്രശംസിക്കണം. അപ്പോൾ ധനവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ ഒത്തിരി പൈസ, അങ്ങനെയൊന്നും ഇല്ല. ഒരു കാര്യം പറയാം. ധനത്തെ ഹൃദയത്തിൽ സ്നേഹിക്കാത്ത, അതിനാൽ നിയന്ത്രിക്കപ്പെടാത്ത വ്യക്തികൾ അവനെന്ത് ചെയ്യും? അവൻ്റെ എളിമയിൽ പ്രശംസിക്കും. അവന് അത് ബാധകമല്ല. കർത്താവിനെടുക്കാൻ നമുക്കറിയാം. ഒരു ധനവാനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ എന്ത് ചെയ്യുന്നു? അവൻ അധികം സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിതനായിപ്പോയെന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ സമ്പത്തെല്ലാം അവൻ തനിക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ച് വെച്ച് തനിക്ക് വേണ്ടി തന്നെ കരുതിയവനായിരുന്നു. എന്നാൽ ധനം നമുക്കുള്ളതുകൊണ്ട് അതൊരിക്കലും തെറ്റല്ല. ധനം നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് തെറ്റായി പോകുന്നത്. ധനം നമ്മളെ നിയന്ത്രിക്കരുത്. അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാരെ എനിക്ക് ധാരാളം അറിയാൻ കഴിയും. അവരുടെ ധനം അവരെ നിയന്ത്രിക്കാറില്ല. അവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ എളിമയിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് എളിമയിൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ പറയാം. അതായത് എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ 2 കോരിന്ത്യർ ലേഖനം 8ാം അധ്യായം 9ാമത്തെ വാക്യം എന്ന് വായിക്കാം. 2 കോരിന്ത്യർ ലേഖനം 8ാം അധ്യായത്തിൻ്റെ 9ാമത്തെ വാക്യം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ വാക്ക് മനസ്സിലായോ? അപ്പോൾ എളിയവൻ പ്രശംസിക്കേണ്ട ഏത് കാര്യത്തിലാണ്? അവന് എളിമയിൽ പ്രശംസിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ നമ്മളെ അവൻ സമ്പന്നനാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. അപ്പോൾ ഇവിടെ ആരാ ദരിദ്രന്മാരുള്ളത്? ഈ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ആരാ ദരിദ്രന്മാരുള്ളത്? ഇങ്ങനെ ദൈവവചനം വിശ്വസിക്കുകയാണെങ്കിൽ ദരിദ്രന്മാരാരും ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ സമ്പന്നതയിൽ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങളെ സമ്പന്നനാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ നിമിത്തം നമ്മളെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ സമ്പന്നരാക്കിയിരിക്കുക. അതുകൊണ്ടാണ് വായിക്കുന്ന സ്വർഗത്തിലെ സകലവിധ ആ അനുഗ്രഹം പുത്രന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുത്രനിലൂടെ വീണ്ടെടുത്തവർക്കും ആ ആത്മീയ അനുഗ്രഹങ്ങൾ ലഭ്യമാണ്. അത് നമ്മൾ അനുഭവിക്കണം സഹോദരന്മാരെ. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, പൈസ ഉണ്ടെങ്കിൽ പാപത്തെ ജയിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. നമുക്ക് പാപത്തെ ജയിക്കാനുള്ള അനുഗ്രഹമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപത്തെ ജയിച്ച് നമുക്കിവിടെ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം കർത്താവ് ഈ ഭൂമിയിൽ ആദ്യം വന്നു. നമ്മൾ ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്നു, അവൻ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾക്ക് ദൃഷ്ടാന്തമായി മാതൃകയായി നമ്മളെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ, യൂട്യൂബിലൂടെ കേൾക്കുമ്പോൾ അനേകരും പറയുന്നത് ഇങ്ങനത്തെ ഒരു സുവിശേഷമല്ല.
നിങ്ങൾ കർത്താവിനെ രക്ഷകനായി ഹൃദയങ്ങളിൽ സ്വീകരിച്ചോ? നിങ്ങളുടെ സ്ഥിതി മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിതി മാറ്റുന്ന, എന്നാൽ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമല്ല, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സഹോദരന്മാരെ. നമ്മുടെ സ്വഭാവം ഒരു ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപരായി തീർന്നാൽ നമ്മളെപ്പോലെ സമ്പന്നർ ഈ ഭൂമിയിൽ ആരുമില്ല. ആ സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സത്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു, നമ്മൾ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മൾ ഈ വചനം എന്ന മായമില്ലാത്ത പാൽ നിരന്തരം കുടിക്കുന്നവരാണെങ്കിൽ, അത് ഞാനൊരു കാര്യം പറയാം, 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതേ മനോഭാവത്തോടെ വേണം സന്ധിക്കാനായിട്ട്. ഇതേ മനോഭാവത്തോടെ വേണം. അല്ല, ഞാൻ 30 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ട് എനിക്ക് ദൈവവചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ കാണാപ്പാടം അറിയാം എന്നുള്ള മനോഭാവത്തോടുകൂടി ആര് ദൈവത്തോട് അടുക്കുന്നോ അവർക്ക് ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ ജീവൻ ലഭിക്കത്തില്ല, ദൈവ സ്വഭാവം ലഭിക്കത്തില്ല, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകത്തില്ല, ആ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. വചനം അറിയുന്നതൊക്കെ നല്ല, പക്ഷേ വചനം അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം, ഒരു രൂപാന്തരം സംഭവിക്കണം. ആ നിലയിൽ വേണം നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിയാനായിട്ട്. നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മളതിൻ്റെ താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ ധനവാൻ തൻ്റെ പുല്ല് ഉണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാൻ തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോവും. ധനത്തിൽ ആശ്രയിക്കുന്നവൻ തൻ്റെ പ്രയത്നങ്ങളിലൊക്കെ വാടിപ്പോവും. അതായത് ധനം നിയന്ത്രിക്കുന്നവൻ, ധനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ധനമുള്ളവരാരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നോ അവർക്ക് ആർക്കും ദൈവസഭയിൽ സ്ഥാനമില്ലെന്നല്ല. ദൈവത്തിന് വേണ്ടി വായിക്കുന്ന ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ. അത് സമ്പന്നനായാലും ശരി, ദരിദ്രനായാലും ശരി, വിദ്യാഭ്യാസം കുറവുള്ളവനായാലും ശരി, വിദ്യാഭ്യാസം കൂടുതലുള്ളവനായാലും ശരി, ദൈവം എല്ലാവരെയും ഒരേ മനോഭാവത്തോടെ കാണുന്നത്. അങ്ങനെ ദൈവം കാണുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവരും അങ്ങനെ തന്നെ കാണാനും പാടുള്ളൂ. ഇന്ന് നമുക്ക് പല ക്രൈസ്തവ ഹോളങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുടെ പോലും ആ നിലയിലുള്ള കാഴ്ചപ്പാടല്ല കാണുന്നത്. ഒരുവൻ നല്ല മോടിയുള്ള ഷർട്ടും വസ്ത്രമൊക്കെ ധരിച്ചു വരുമ്പം അവനോട് പറയും, നീ മുന്നോട്ട് കയറിയങ്ങ് ഇരുന്നോ. ഒരു ദരിദ്രനായ സഹോദരൻ ആ പുറകെ ഇരിക്കുമ്പം അവന് നീ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഇതല്ല, അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല. അവൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവനും മുഖപക്ഷം പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആത്മാവല്ല അവനുള്ളത് എന്ന കാര്യം യാതൊരു സംശയവും ഇല്ല. ധനവാൻ ഇങ്ങനെ പറയുന്നത്, ധനവാൻ തൻ്റെ പ്രയത്നങ്ങളിലൊക്കെ വാടിപ്പോകുന്നു. നമ്മളതിൻ്റെ താഴോട്ട് വായിക്കുന്നു. പിന്നെ ഇങ്ങനെ അവർ വായിക്കുന്നതിൻ്റെ 12 വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കേണ്ടതിന്. അപ്പം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ നമ്മളിവിടെ വായിക്കുന്നു. എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പം അതിന് 4 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവിടുന്ന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം കർത്താവായ യേശു ക്രിസ്തുവിന് ആദാമ്യ പ്രകൃതം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് സൂക്ഷിക്കണം. ആദാമ്യ പ്രകൃതമുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു സ്വീകരിച്ച ജഡത്തിൽ എന്തുണ്ടായിരുന്നു? ഇവിടെ ഇരുന്ന നാം ഓരോരുത്തരും ഔമരിക്കുന്ന പരീക്ഷകൾ തൻ്റെ ജഡത്തിലുണ്ടായിരുന്നു. ആ ജഡം അതുകൊണ്ടാണ് നമ്മുടെ ബലഹീനതകളിൽ അവന് സഹതാപം കാണിപ്പാനായിട്ട് കഴിയുന്നതും നല്ലൊരു മഹാപുരോഹിതൻ നമുക്ക് ഉള്ളതും പറഞ്ഞിരിക്കുന്നത്. അപ്പം പരീക്ഷകളിൽ നമ്മൾ ഇങ്ങനെ കൊള്ളാവുന്നവരായിത്തീരണം. പരീക്ഷകളെല്ലാം നമ്മളെ കൊള്ളാവുന്നവരാക്കി തീർക്കുകയെന്ന് നമുക്കറിയാം. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകളിലൂടെ കടന്നുപോയ സമയത്ത് ഇയ്യോബ് പറഞ്ഞൊരു കാര്യം, ഞാൻ ദേഹരഹിതനായി എന്നെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞ എന്നാ, നീ ദൈവത്തെ ഉപേക്ഷിച്ച് നിന്നെ ജീവിതം നീ തള്ളിക്കളയാനാ പറഞ്ഞത്. ഇതാണ് 2 കൂട്ടരും ഒരു ഭവനത്തിലുണ്ട്. സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇയ്യോബ് പറഞ്ഞൊരു കാര്യം, ഞാൻ ദേഹരഹിതനായി എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ഇത് മുഴുവൻ ദ്രവിച്ചു പോയാലും ശരി, ഇതില്ലാതായാലും ശരി, എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. എൻ്റെ പ്രത്യാശ അതാണ്, എൻ്റെ കഷ്ടങ്ങളിലുള്ള പ്രത്യാശ അതാണ്. ഈ പരീക്ഷകൾ എന്നെ ശോധന ചെയ്യുന്നത് ആ തലത്തിലേക്കാണ്, നമ്മളെ കൊള്ളാവുന്നവരാക്കി തീർക്കുക. നമുക്കറിയാം, ഒരു വെള്ളിയിൽ നിന്ന് ഒരു കീടം മാറിയാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പടി അതിൽ നിന്ന് പണിയാനായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിലുള്ള മാനുഷിക കീടങ്ങൾ മാറേണ്ടത് ഇതുപോലുള്ള പരീക്ഷകളിലും ശോധനകളിലൂടെയാണ്.
നമ്മൾ 66 സങ്കീർത്തനം 10-ാം ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അതായത് വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. മനുഷ്യനെ ഞങ്ങളുടെ തലമൂളി കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ ആക്കി ഞങ്ങൾ കടന്നു. താൻ വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ, ഒരു വെള്ളി ഊതിക്കഴിച്ചാൽ നമുക്കറിയാം, അതേപോലെ വെള്ളിയിലുള്ള കീടം പോയി കഴിഞ്ഞാൽ തട്ടാൻ അതുകൊണ്ട് ഒരു ഉരുപ്പടി, ഒരു പാവസരം ഉണ്ടാക്കാം. അതുകൊണ്ട് പല പല കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലുള്ള കീടം പോകണം. നമ്മളെ ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപരാക്കി ക്രിസ്തുവിനെ പോലെ ആക്കി നമ്മളെ തീർക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമായ എല്ലാ കീടങ്ങളും, നമ്മളിലുള്ള സ്വയം മുഴുവനും സൗസുമാരെ ഈ പരീക്ഷകളിലും ശോധനകളിലും ചാമ്പലായി തീരുന്നിടത്ത് മാത്രമേ ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കപ്പെടുന്നവനാകുന്നില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നതും സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മോഹം ജനിക്കുമാറ്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കൊരിന്ത്യത്തിൽ വായിക്കും, മോഹം ജനിക്കുമാറ് ജഡം കൊണ്ട് ചിന്തിക്കരുത്. ജഡം കൊണ്ട് ചിന്തിച്ചാൽ മോഹം ജനിക്കും. അപ്പം മോഹത്തിന് എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വായിച്ചു, ആദമിനെ ഹവ്വയെക്കുറിച്ച് വായിച്ചു. ആ തോട്ടത്തിൻ്റെ വൃക്ഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന ആളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദാമിന് സംഭവിച്ചൊരു കാര്യം ഇത് ഇങ്ങനെ പറഞ്ഞ, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ ഹാമ്യം, ഇതെല്ലാം കണ്ടിട്ടാണ്. ആദ്യം കാണാനുള്ള ഭംഗി കണ്ടു, പിന്നെ ജ്ഞാനം പ്രാപിക്കാനുള്ള കാമ്യം കണ്ടു, പിന്നെ പാമ്പന്ത് ചെയ്ത് പറിച്ചു കൊടുത്തു, തിന്നു. അപ്പം ഞാനൊരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. യോഗ് തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. പഴയ നിയമ ഭക്തനായ യോഗ് തൻ്റെ കണ്ണുമായിട്ട് നിയമം ചെയ്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്ന കന്യകയെ ഞാനിങ്ങനെ നോക്കും. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സ്ത്രീയെ മോഹദൃഷ്ടിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്ത്. അവൾ ശ്രദ്ധിക്കണം, സ്ത്രീയെ നോക്കുന്നവൻ എല്ലാവെന്നല്ല, സ്ത്രീയെ മോഹദൃഷ്ടിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു. സിസ്റ്റർമാരെ, നമ്മുടെ നോട്ടം അവിടെയാണ് ഈ തകരാറ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയത് കൊണ്ടോ ഒന്നുമല്ല കുഴപ്പം, നമ്മുടെ അടിമുടിയായ നോട്ടം. നമ്മൾ പത്രോസ്നേഹത്തിൽ വായിക്കുന്നു, അവർ പാപം കണ്ടിട്ട് തൃപ്തിപ്പെടാത്തവരും വശീകരിക്കുന്ന സ്ഥിരതയില്ലാത്ത ദേഹികളും ആണെന്നവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസിൻ്റെ ദേഹത്തിലൊക്കെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരുമായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. മോഹം ജനിക്കുമാറ് നമ്മൾ ജഡത്തിനായി ചിന്തിക്കരുത്. അതുപോലെ തന്നെ പാപം ഗർഭധാരണത്തിന് അവസരം നമ്മൾ കൊടുക്കരുത്. പാപത്തിന് ഗർഭധാരണത്തിന് അവസരം കൊടുക്കുമ്പോഴാണ് പാപം മുഴുത്ത് അതും ഒരു മരണമായൊരു പ്രവൃത്തിയായിട്ട് തീരുന്നത് ഉള്ളിൽ. അതാവൻ അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മുടെയും ജീവിതത്തിൽ അതിനെ കീഴടക്കുവാനായിട്ടാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളെ അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ നമ്മൾ വായിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചം കണ്ട പിതാവെങ്കിൽ നല്ലോ ഇറങ്ങി വരുന്നത്. അവന് വിഹാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദമോ ഇല്ല. നാം അവൻ്റെ ദൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടഹേതുമായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. അവൻ സത്യവചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ വചനത്തിൽ വേണം നമ്മൾ നിലനിൽക്കുവാൻ. ഈ വചനത്തിൽ നമ്മളെ നിലനിർത്തുവാൻ വേണ്ടിയാണ് നമ്മളെ പരീക്ഷകളിലൂടെ ശോധനകളിലൂടെയൊക്കെ കടത്തിവിടുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് സഹോദരന്മാരെ. കാരണം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദവാക്യമാണ്. പക്ഷേ പരീക്ഷാ സമയങ്ങളിൽ നമ്മളിത് അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ 24-ാം അധ്യായം ആ വാക്യം ഇതാണ് സഹോദരന്മാരെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, 7-ാം അധ്യായം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായിരിക്കും. സഹോദരന്മാരെ, നമ്മളെ അവിടെ വായിക്കുന്ന ആ വചനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവാകുന്ന പാറയെ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. നമുക്കറിയാം, മണൽമേൽ വീട് പണിതവനും പാറമേൽ വീട് പണിതവനും ഒരുപോലെ പരീക്ഷ വന്നത്. പരീക്ഷ 2 പേർക്കും ഒരുപോലെ കാറ്റടിച്ചത്. പാറമേലുള്ളവന് കാറ്റ് കുറച്ചൊന്നുമില്ല, 2 പേർക്കും ഒരുപോലെ.
പക്ഷേ ഇവൻ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ടതുകൊണ്ട് അവൻ്റെ ഭവനം നിലനിൽപ്പാനായിട്ട് ഇടവന്നു. നമ്മൾ പരീക്ഷകളിൽ തകർന്നു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ അല്ല എന്നുള്ളതാണ്. നമ്മളെ അടിസ്ഥാനം നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ ഒരുവിധം ആദ്യം ബലമാകേണ്ടതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്യങ്ങൾക്ക് ഒത്തിരി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ പരീക്ഷകൾ, ശോധനകൾ ഇതെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരണം. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം നിത്യ തേജസ്സിൻ്റെ കനം. അതേതുമാകട്ടെ, അതേത് കഷ്ടവുമാകട്ടെ സഹോദരന്മാരെ, ഈ ഭൂമിയിലായിരിക്കുമ്പം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിത്യ തേജസ്സിൻ്റെ കരമായിട്ട് നമ്മൾ കാണാനായിട്ട് ഇടയായിത്തീരണം. ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ സൗഭാഗ്യമായ ഒരു ജീവിതം കൊതിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഭൂമിയിൽ നല്ല സുഖലോലഭമായ ഒരു ജീവിതം ആഗ്രഹിച്ചു പോകുന്നവർക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ വേദി വഹിക്കുന്ന ജീവങ്കിലേക്കുള്ള വഴിയിടുക്കം, വാതിൽ ഞെരുക്കം ഇത് കണ്ടെത്തുന്നവർ വളരെ വളരെ ചുരുക്കമാണ്. ആ ചുരുക്കത്തിൽ ഒരുവളായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ കടത്തിവിടുന്ന വഴിയിലൊക്കെ യാക്കോബ് പറഞ്ഞൊരു കാര്യം, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ ആയിത്തീരും. നമുക്കും അങ്ങനെ പറയാൻ ഇടയായിത്തീരട്ടെ സഹോദരന്മാരെ. ശോധനയിലൂടെയാണ് ഞാൻ ആരാണ്, നിങ്ങൾ ആരാണെന്ന് ദൈവം തെളിയിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പരീക്ഷകളിലൂടെയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ആക്കുന്നു. ആ കുഞ്ഞിന് ഒരു സ്കൂളിൽ 3 ഘട്ടം പരീക്ഷകളുണ്ട്. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ. ഈ വലിയ പരീക്ഷയിലും ഈ 3 പരീക്ഷയിലും ഈ കുഞ്ഞ് പഠിച്ച കാര്യങ്ങൾ ആ പരീക്ഷകൾ തെളിയിക്കുക അവൻ എവിടെ എത്തി എന്നുള്ളത്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വേദിയിൽ നമ്മൾ ഇങ്ങനെ യാക്കോബിൽ വായിക്കുന്ന അവർ സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതിപ്പെടുന്നവർ, പരാതിപ്പെടുന്നവർ അങ്ങനെ ആയിരിക്കാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. സഹോദരന്മാരെ, എൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ വിശ്വാസത്തിൻ്റെ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ അത് സ്ഥിരത ഉളവാക്കുന്നറിഞ്ഞ് സന്തോഷവും എണ്ണുവിൻ. നമ്മളെ ആത്മീയ സ്ഥിരത